നമസ്കാരം. നല്ല വിഷമത്തിലൂടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് രാവിലെ ഒരു ദീപക് എന്ന് പറഞ്ഞ ഒരു പയ്യൻ മരിച്ചു. അവൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛനും അമ്മയും പ്രായമായ രണ്ട് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അവറ്റങ്ങൾക്ക് ആകപ്പാടൊരു ആശ്രയം ഉണ്ടായിരുന്നൊരു പയ്യനാണ്. ആ പയ്യൻ ആത്മഹത്യ ചെയ്ത മരിച്ചത്. അതിന് കാരണക്കാരിയായ ഒരു തന്തയ്ക്ക് പിറന്നോളുന്നതാണെങ്കിൽ തന്തയില്ലാതെ പിറന്നോളെന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു മാന്യത ഉണ്ട്. ഒരു പുന്നാര മക്കളുടെ ഒരു ഫാഷൻ ഉണ്ടല്ലോ ഇപ്പോൾ. ബസ്സിൽ കയറുക, വീഡിയോ എടുക്കുക, ഒരു ചേട്ടൻ അങ്ങോട്ട് പോകുമ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ ഒന്ന് മുട്ടാനായിട്ട് സാഹചര്യം ഉള്ളിടത്തേക്ക് അവളുടേതായ കുറച്ച് അവയവങ്ങൾ കാണിച്ചു വെക്കുക. എന്നിട്ട് അത് മുട്ടിപ്പോകുമ്പോൾ അത് വീഡിയോ എടുത്തിട്ട് അയാൾ എന്നെ ഇങ്ങനെ ചെയ്തു, അയാൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു കലാവിരുദ്ധമാണല്ലോ ഇപ്പോൾ. ഈ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആണുങ്ങൾക്ക് പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. അവൻ ഞരമ്പനാണ്, അവൻ അങ്ങനെയാണ്, അതൊന്നും താങ്ങാൻ പറ്റാതെ ആ ചെക്കൻ ആത്മഹത്യ ചെയ്തു. ഈ പെൺകൊച്ചിൻ്റെ തന്തേനയും ആങ്ങളമാരുണ്ടെങ്കിൽ അവളുടെ കുടുംബത്തിൽ എന്തായാലും ആങ്ങളമാരൊക്കെ ഉണ്ടാവുമല്ലോ. അവരോടൊരു കാര്യം ചോദിക്കാനുള്ളത്, മക്കളെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നിയില്ലേ ഈ പെണ്ണിനോട് അതൊന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാനായിട്ട് തോന്നിയില്ലേ? അല്ലെങ്കിൽ മോളെ എങ്ങനെയെങ്കിലും പോയിട്ടൊന്ന് റീച്ച് ആവ്, നാലാൾക്കാർ മോളെ അറിയട്ടെ. അതിന് ഈ പണിയല്ല ചേട്ടാ. വെല്ലോൻ്റെ കുടുംബത്തിലുള്ള ആണുങ്ങളെ ക്രൂശിലേറ്റിട്ടല്ല, അതിന് വേറെ കുറേ പണികളുണ്ട്. ഒന്നിനും പറ്റിയില്ലെങ്കിൽ മുള്ളുമുരുക്ക്, അതുമ്പോൾ കുറേ ചൂനിയ മിളക്, നമ്മുടെ കാന്താരി മിളക് തേച്ചിട്ട് ഈ പെങ്കൊച്ചിനെ കയറ്റി ഒന്ന് ഇറക്കിയാൽ മതി. ഭയങ്കര റീച്ചാണ് അതൊക്കെ. അപ്പോൾ അവളുടെ കഴപ്പും തീരും, നിങ്ങൾക്ക് ആവശ്യമുള്ള റീച്ചും കിട്ടും. അതൊക്കെ അങ്ങനത്തെ സാഹസികമായി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ അവളുടെ കുത്തിക്കഴപ്പ് കൊണ്ട് തീരും. അവളുടെ മാത്രമല്ല, അവളെ പോലെ തന്നെയുള്ള കുറേ കുമാരിമാരുടെ കുത്തിക്കഴപ്പുകൾ അങ്ങോട്ട് തീരും. അല്ലാണ്ട് ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ ഒരു ചെക്കൻ്റെ ജീവിതം വെച്ച് ഇപ്പോൾ മൂഞ്ചി അത് ആ കുടുംബത്തിനും പോയി, ആ തന്തയ്ക്കും തള്ളിനി എന്താണ് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് വരെ എത്തുമ്പോഴത്തില്ലാത്തൊരു അവസ്ഥയിലൂടെ പോയി. ഇതേപോലെ വീഡിയോ ചെയ്യുന്ന സകല അറവാണിച്ചുകളോടും പറയാനുള്ളതാണ്, ഇത് നിങ്ങളുടെ ലാസ്റ്റത്തെ. നിങ്ങളെ എന്തെങ്കിലും ഒരു പുരുഷൻ നിങ്ങളെ കയറി പിടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിയമം എന്ന് പറയുന്ന സാധനമുണ്ട്. ആ ബസ്സിൽ കുറേ ആൾക്കാരുണ്ട്, അവരോട് പറഞ്ഞ് എന്തെങ്കിലും തീരുമാനമാക്കുക. ഇവിടെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക, പരാതി പെടുക. അല്ലാതെ ഈ കുണ്ടാണം ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് അവൻ്റെയും ഒരു ആ വീഡിയോ കാണുമ്പോൾ അറിയാം, പൊന്നു മോളെ നീ അങ്ങോട്ട് ചേർന്ന് നിന്ന് എന്താണ് കാണിക്കുന്നതെന്ന് കറക്റ്റായിട്ട് അറിയാം. നിൻ്റെയൊക്കെ വിചാരം ഈ സോഷ്യൽ മീഡിയ അങ്ങോട്ട് തൊലിച്ചു കഴിഞ്ഞാൽ അവനെ നിയമത്തിന് വിട്ടുകൊടുക്കാനായിട്ട് നിനക്കെന്ത് നിയമത്തിലേക്ക് പോകാൻ പറ്റില്ലേ? ഇവളുടെ കുടുംബക്കാരോട് പറയാനുള്ള ഒറ്റ ഡയലോഗുള്ളൂ, ഇതേപോലുള്ള പിഴച്ച സാധനങ്ങളെ നിങ്ങൾ ഇനി റോട്ടിക്ക് ഇറക്കി കഴിഞ്ഞാൽ, ഇതേപോലെ മൊബൈലും തൂക്കി ഇനി ഇറക്കി കൊടുത്ത് അവൾക്ക് വളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ജനങ്ങൾ നാട് റോഡിലിട്ട് അടിക്കും. എൻ്റെ കൺമുന്നിലെങ്ങാനും ഈ പെണ്ണിൻ്റെ വീട്ടുകാരും ഒരുമിച്ച് തരണം ഞാൻ നാലിട്ടിടിക്കും, അതിൽ ഒരു സംശയമില്ല. കൂട്ടുകാരത്തിനെ അങ്ങോട്ട് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇവിടെ തന്തേനും തള്ളേനും ആദ്യം തന്നെ അവിടുത്തെ നാട്ടുകാരെ ഒരു പാഠം പഠിപ്പിക്കണം. മക്കളെ വളർത്തേണ്ട രീതി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. പ്രതികരിക്കണ്ടെന്നല്ല, അത് നമ്മളോട് എന്തെങ്കിലും അപമാരെ പെരുമാറി കഴിഞ്ഞാൽ അതിനാണ് ഇവിടെ നിയമവും പോലീസും കാര്യങ്ങളൊക്കെ. സ്ത്രീത്വത്തിൻ്റെ രോമം എന്നാ സമൂഹങ്ങൾ പ്രതികരിക്കും. നിൻ്റെ അമ്മയുടെ നായര് പന്നെ കുതിച്ചു മോള് കാരണം കൊണ്ട് ഒരുത്തൻ്റെ ജീവിതവും പോയി, ആ കുടുംബം വഴിയാതറേ പൊന്നാര മകള്. ഇതേപോലെ ഇനി സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ ഏതെങ്കിലും ഇല്ലാവചനം ഉണ്ടാക്കിയെടുക്കുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് പറയാനുള്ളതാ, ഇത് നിങ്ങളുടെ ലാസ്റ്റത്തെ കേട്ടോ. നിങ്ങൾ ആലോചിച്ചത്.